സാധാരണ ഞാനത് ലാസ്റ്റ് കൊടുക്കരുത്, പക്ഷെ എനിക്ക് ആദ്യം നിന്ന് തരാം. എന്റെ കാര്യം അപ്പൊ പറഞ്ഞ് നാവ് എടുത്തിട്ടേ ഉള്ളൂ, പിന്നെ ബാക്കി പേയ്മെന്റ് ആയിട്ട് വന്നിരിക്കില്ലേ? അതെ. തന്നോളൂ. കള്ള ഫ്രോഡേ, താൻ എന്റെ കാശ് അടിക്കാൻ വേണ്ടിട്ടല്ലോ എന്നെ കൊണ്ട് IVF ചെയ്യിപ്പിക്കാൻ തന്നെ. എടോ, എനിക്ക് ഭാര്യയുടെയും നാട്ടുകാരുടെ മുന്നിൽ നാടൻ കെടാതിരിക്കാൻ IVF ചെയ്തേ പറ്റൂ. പിന്നെ എനിക്കൊരു എത്തിക്സ് ഇല്ല, ഞാനൊരു ഡോക്ടറല്ല. താൻ എവിടുത്തെ ഡോക്ടറാണോ? ഇവിടുത്തെ. എടോ, ഇമ്പോർട്ടൻസി കൺഫേം ചെയ്യാനുള്ള എന്തെങ്കിലും ടെസ്റ്റ് താൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചോ? അത് വെറുതെ എന്റെ പൈസ പോക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. എനിക്കൊരാളെ കണ്ടാ മനസ്സിലാവും കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതാണ് ഈ ഡോക്ടർ സക്സേന. പിന്നെ ഇതെന്താണോ? ഇത് കടലാസല്ലേ? കടലാസ്. എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടാണിത്. ആണോ? അതൊരു നല്ല വാർത്തയല്ലേ? സന്തോഷിക്കുന്ന വാർത്ത. ഞാൻ അടച്ച കാശ് മുഴുവൻ എനിക്ക് ഇപ്പൊ തിരിച്ചു വേണം. അഡ്വാൻസ് തിരിച്ചു കൊടുക്കുക, അത് ബില്ലിലുണ്ടല്ലോ. പിന്നെ ഇവിടെ നിന്ന് വല്ലാതെ ഷൈൻ ചെയ്യണ്ട. എന്റെ ഈ പെർഫോമൻസ് മുഴുവൻ CCTV റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്നെപ്പ പോലീസ് ബുക്കും. വിട്ട മോനെ വിട്ടോ, ഷോ ഒന്നും കാണിക്കണ്ട. തന്നോടൊക്കെ ദൈവം ചോദിക്കോളൂ. പിന്നെ ദൈവത്തിന് അതല്ലേ പണി. ഞാൻ കുറെ നാളെ വിചാരിക്കണത് ഇതാരി തോക്ക്. തോക്കാ? ആ അങ്ങേറെ തോക്കുണ്ടായിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ലേ? ഒരു കാര്യമില്ല. അപ്പൊ അതാണ് പ്രശ്നം. അതെ, നിന്റെ ഭർത്താവിനെ ശരിയാക്കാൻ പറ്റിയ നല്ലൊരു ഡോക്ടർ എൻ്റെ അടുത്തുണ്ട്. ഡോക്ടർ സക്സേന, മിടുക്കന. ഇതല്ലേ ഡോക്ടർ സെക്സേന? ആ ഇത് തന്നെയാണ്. അപ്പൊ നിന്റെ ഭർത്താവ് ഇയാളുടെ അടുത്ത് പോണ്ട. അയ്യോ എടാ മണ്ട, ഈ കോന്തന എന്റെ ഭർത്താവ്. ഇയാള് നിന്റെ ഹസ്ബൻഡാ? എടാ, നിന്റെ ഹസ്ബൻഡിന്റെ ഒരു ബിജു എന്നല്ലേ പറഞ്ഞത്? അയ്യോ, ബിജു എന്ന് അയാളുടെ ഒഫീഷ്യൽ നെയിമാ. ഇത് മാർക്കറ്റിംഗിന് വേണ്ടി അയാൾ സെക്സേന നിട്ടുന്നേ ഉള്ളൂ. മാഗി, അയ്യോ ചേട്ടൻ വന്നു. മാഗി, മാഗി. ഓ, ഞാൻ എന്തിനാ വിളിക്കുന്നത്? ഇയാളല്ലേ പോയി വിളിക്കണ്ടേ? ഞാൻ എങ്ങോട്ട് പോവാനാണ്? Please, പോ. ഐഡിയ. കൂട്ടരെ, ഇനിയാണ് കളി. ദൈവമേ, പണി പാടി. ആരാടി കൂടുതൽ ഇറങ്ങിപ്പോയത്? മോളെ. ഡോക്ടർ അകത്തുണ്ടോ? ഉണ്ട്. എന്തിനാ? ഡോക്ടറെ ഒന്ന് കാണാന്. എന്നാ ഈ പുറപ്പൂടി കേട്ടോ. എന്താ പുറപ്പൊക്കെ ആയിട്ട്? ഇവിടുത്തെ ചികിത്സയൊക്കെ വളരെ രഹസ്യമാണെന്ന് തോന്നുന്നു. സക്സേനയുടെ കളി. ബോസിന്റെ വ്യൂസ് പോയല്ലോ. വെടിവെച്ച കേസിന്റെ തുടരന്വേഷണത്തിൽ സക്സേന വ്യാജനാണെന്ന് തെളിഞ്ഞു. വെടി കിട്ടിയതോടുകൂടി ബ്രിട്ടോയുടെ കാര്യവും ഒരു തീരുമാനത്തിലായി. പിന്നെ ഇയോയും ആനിയും അവരെന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഡോ, കല്യാണമൊക്കെ കഴിഞ്ഞ നിർബന്ധമായിട്ടൊരു ഹണിമൂണിന് പോയിരിക്കണം. അത് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഫോട്ടോ ഇട്ട് നാട്ടുകാരെ കാണിക്കാനല്ല. നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനും മനസ്സിലാക്കാനും പറ്റിയ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിൽ ഒന്നാണത്. അപ്പോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിക്കൊള്ളും. മാറുമായിരിക്കും അല്ലേ? ഈ ടാബ്ലറ്റ് കൂടി കഴിക്കുമ്പോൾ തന്റെ പ്രശ്നങ്ങൾക്ക് കംപ്ലീറ്റ് ആയി സൊല്യൂഷൻ ആവും. താങ്ക് യു ഡോക്ടർ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ചികിത്സയാ. ഓക്കെ ഡോക്ടർ. ഇത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം. ജോഹന്നാസ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ. അതൊരു ബോംചിക്ക. ഹലോ ഡോക്ടറെ, ഇയോ ആണ്. ആ എന്താണോ പറയണോ? താങ്ക് യു ഡോക്ടർ. ഡോക്ടർ തന്ന മരുന്ന് എന്തായാലും വർക്കൗട്ടായി. ആ, ഈ മരുന്ന് ആദ്യമേ കഴിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും എനിക്കിനി ആ മരുന്ന് വേണം ഡോക്ടറെ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്.
ഇനി ഈ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി താൻ ഇങ്ങോട്ട് വരണ്ട. ആ എന്താ ഡോക്ടർ, തീർന്നു പോയാ? എടോ, ഞാൻ തനിക്ക് തന്നത് വെറും വൈറ്റമിൻ ടാബ്ലറ്റ് ആയിരുന്നു. വൈറ്റമിൻ ടാബ്ലറ്റോ? അതേടോ, അല്ലാതെ തനിക്ക് യാതൊരുവിധ അസുഖമില്ല. ആണോ ഡോക്ടർ? അതേടോ, ഇതെല്ലാം തന്റെ മനസ്സിന്റെ വെറും തോന്നലുകളായിരുന്നു. ഈ അവസ്ഥയ്ക്ക് ഹണിമൂൺ ഇമ്പോർട്ടൻസി എന്ന് പറയും. പല യുവാക്കൾക്കും കല്യാണം കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു ആങ്സൈറ്റി പ്രോബ്ലം മാത്രമാണിത്. ഇതിന്റെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കാന്നുള്ളത് മാത്രമാണ്. ആ സ്നേഹമാണ് ദാമ്പത്യത്തിന്റെ അടിസ്ഥാനം. അപ്പൊ ഹാപ്പി മാരീഡ് ലൈഫ്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. എന്താ